ഈ സെൽഫ് ഡിഫെൻസിനെ ഏറ്റവും നല്ല മാർഷൽ ആർട്സ് ഏതാണ്? സെൽഫ് ഡിഫെൻസ് എന്ന് ആൾക്കാർ ഉദ്ദേശിക്കുമ്പം എൻ്റെ അടുത്ത് പലരും ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം നമ്മൾ സെൽഫ് ഡിഫെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സാധാരണക്കാരൻ സാധാരണ സ്ഥലങ്ങളിൽ പോകുമ്പം സാധാരണ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുമ്പം വരുന്ന കോമൺ ആയിട്ടുള്ള അറ്റാക്സ് ആണ് നമ്മൾ അതിനെ പ്രതിരോധിക്കാനുള്ള സാധനമാണ് നമ്മൾ സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പം ഞാൻ പലരും പറയുന്ന ഒരു MMA ചാമ്പ്യനുമായിട്ട് അടിക്കണമെങ്കിൽ സെൽഫ് ഡിഫെൻസ് പഠിച്ചിട്ട് കാര്യമില്ല. MMA ചാമ്പ്യനുമായിട്ട് അടിക്കണമെങ്കിൽ നമ്മൾ MMA പഠിക്കണം. നമ്മൾ 2 നമ്പർ സെൽഫ് ഡിഫെൻസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ നമ്മളെ പൊക്കിയെടുത്ത് മലത്തും. പിന്നെ അപ്പം നമുക്ക് 2 രീതിയിലുള്ള മാർഷൽ ആർട്സ് ഉണ്ട്. ജനറൽ കാറ്റഗറി, ഒന്ന് ട്രഡീഷണൽ മാർഷൽ ആർട്സ്, ഒന്ന് നോൺ ട്രഡീഷണൽ. ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ ഏതാ? പഴയ കാലം മുതൽ കളരിപ്പയറ്റ്, കരാട്ടെ, കുംഫു, ടൈക്വോണ്ടോ, അങ്ങനെ അതൊക്കെയാണ് നമ്മൾ പൊതുവെ ട്രഡീഷണൽ എന്ന് പറയുന്നത്. നോൺ ട്രഡീഷണൽ അല്ലെങ്കിൽ അൺഓർത്തഡോക്സ് ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ ബോക്സിങ്, കിക്ക് ബോക്സിങ്, MMA. അപ്പൊ ആദ്യം ട്രഡീഷണൽ മാർഷൽ ആർട്സിനെ കുറിച്ച് പറയാം. അപ്പൊ ട്രഡീഷണൽ മാർഷൽ ആർട്സിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പലരും ഈ ഇപ്പൊ കരാട്ടെ, ഇപ്പൊ ഞാൻ കുറച്ച് കരാട്ടയും കുറച്ചാൾ കുംഫും ടൈക്കോണ്ടോ ഒക്കെ പഠിച്ച ഫ്രണ്ട്സ് ഉണ്ട്. നമുക്ക് എല്ലാവരും ജീവിതത്തിൽ പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇതിന് ഞാൻ മനസ്സിലാക്കുന്ന കുറെ കത്താസ് ഉണ്ട്. കത്ത എന്ന് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് ഫോം, അതായത് ഓൾറെഡി സെറ്റ് ചെയ്യുന്നു. ഇവിടെ നിന്ന് ബ്ലോക്ക് ചെയ്യുന്നു, ഇവിടുന്ന് പഞ്ച് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ, അത് തന്നെയാണോന്നല്ല. അപ്പോൾ ഓൾറെഡി അങ്ങനെ ഒരു സെറ്റ് ഫോംസ് ഉണ്ട്. അപ്പൊ ആ ഫോംസിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിനെ ആ കാര്യത്തിൽ അങ്ങ് ലിമിറ്റ് ചെയ്യുവാണ്. അതുകൊണ്ടാണ് ഒരു സാധാരണ ഒരു കരാട്ടക്കാരന് പഞ്ച് ചെയ്യാനും അറിയാം, കിക്ക് ചെയ്യാനും അറിയാം. നേരെ മറിച്ചൊരു കിക്ക് ബോക്സറുമായിട്ട് ഇട്ടു, കിക്ക് ബോക്സറിനും പഞ്ച് ചെയ്യാൻ അറിയാം, കിക്ക് ചെയ്യാൻ അറിയാം. 99% കിക്ക് ബോക്സറാണ് ജയിക്കുന്നത്. ഇത് നമ്മൾ മനസ്സുകൊണ്ട് കണ്ടുപിടിച്ച സാധനമൊന്നുമല്ല. ഇത് യൂട്യൂബിൽ നോക്കിയാൽ മതി, മനസ്സിലായല്ലോ. ഇഷ്ടംപോലെ വീഡിയോസ് പണ്ട് കാലത്ത് 80s കാലം മുതലുള്ള ആൾക്കാർ ഈ പറഞ്ഞ പോലെ ടെസ്റ്റിംഗ് ആണ് ഏത് മാർഷൽ ആർട്ടാണ് നല്ലത്. അപ്പൊ അങ്ങനെ നോക്കുമ്പം അവര് പലരും വിജയിക്കുന്നു. കാരണം എന്താണ്? ഇവർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോംസിലാണ് അവർ പോകുന്നത്. ഇന്ന സ്റ്റാൻസ്, ഇന്ന മോഷൻ. മറ്റവരങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ ഓരോ വ്യക്തികൾക്ക് ഓരോ രീതിയിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ പണ്ട് ഈ സാധാരണ 1-2 പഠിപ്പിച്ചിട്ടുണ്ട് പിള്ളേരെ. 2-3 മാസം എടുത്തിട്ട് പഠിച്ചിട്ടില്ല. അവസാനം ഞാൻ പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അവസാനം നമ്മൾ അവനെ ഒരു ദിവസം കൊണ്ടുപോയിട്ട് 3 പഠിപ്പിച്ചപ്പോൾ അവൻ ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു. ഞാൻ 6 മാസം എടുത്തിട്ടാണ് ഞാൻ 3 ഒന്ന് മര്യാദയ്ക്ക് ചെയ്യാൻ പഠിച്ചത്. ആ പറഞ്ഞ സ്റ്റുഡന്റ് ഒരു മാസം ഒരു ഫസ്റ്റ് ഡേ തന്നെ ചെയ്തു. അപ്പൊ അവന്റെ ബോഡിയിൽ അതാണ്, അവന്റെ ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ സിസ്റ്റത്തിൽ ആ ഒരു മോഷനാണ് ഈ പറഞ്ഞ സാധനത്തിനും പക്കയായിട്ട് വന്നത്. അപ്പൊ നമ്മൾ ഇത് പഠിച്ച് ഇത് പെർഫെക്റ്റ് ആയാലേ അത് പഠിപ്പിക്കൂ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. പല ബോക്സിംഗുകാരും റെസ്ലിംഗുകാരും ഒക്കെ ചെയ്യുന്നതിന്റെ ഒരു വലിയ ദോഷം അങ്ങനെയാണ്. ഇപ്പൊ സാധാരണ ഒരു ബോക്സിംഗ് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ 1-2 ഇത് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ 3-4 പഠിപ്പിക്കും. മനസ്സിലായല്ലോ. ചിലപ്പോൾ അവനെ 3 പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് സെറ്റോ. മനസ്സിലായല്ല. അപ്പൊ ഇങ്ങനെയും കുറെ പ്രശ്നമുണ്ട്. അപ്പൊ നമുക്ക് ഓരോ മാർഷൽ ആർട്ട്, ഇപ്പൊ കരാട്ടെ, ടൈക്വാണ്ടോ, കുംഫു, കളരിപ്പയറ്റ്, ഓൾറെഡി ഒരു ഫോംസ് ഉണ്ട്. ഇതെല്ലാം ആരോഗ്യത്തിനും ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് നല്ലതാണോ, എക്സസൈസ് നല്ലതാണോ, ഒരു സംശയമില്ല. എല്ലാ മാർഷൽ ആർട്ടും സൂപ്പറാണ്. പക്ഷെ ഇത് സെൽഫ് ഡിഫെൻസിൽ ആവശ്യമുണ്ടോ? അപ്പൊ കരാട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടൈക്വാണ്ടോ, കുംഫുക്കാരൊക്കെ ബ്ലാക്ക് ബെൽറ്റ്സ് ഇഷ്ടം പോലെ വരെ എനിക്കും അറിയാം. അവർക്കൊന്നൊരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം നിന്ന ഒരു MMA കാരനാ ഒരു കിക്ക് ബോക്സറുമായിട്ടൊന്നും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം മറ്റൊരു ഫൈറ്റ് ചെയ്താണ് പഠിക്കുന്നത്. ഇവർ വായുവിൽ ഇടിച്ചിട്ടാണ് പഠിക്കുന്നത്. മനസ്സിലായി. അതാണ് ഈ ട്രഡീഷണൽ മാർഷൽ ആർട്സിന്റെ ഒരു കുഴപ്പം. പിന്നെ ഒത്തിരി കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ കിക്ക് ബോക്സിങ്ങും ഒരു ബോക്സിംഗുകാരനെയും കൂടെ പിടിച്ചൊരു കോമ്പറ്റീഷൻ വെച്ച് കഴിഞ്ഞാൽ 90% കിക്ക് ബോക്സിംഗ് വിജയിക്കത്തുള്ളൂ. അതേപോലെ ഒരു കിക്ക് ബോക്സർ ഒരു MMA കാരനുമായിട്ട് ഫൈറ്റ് ചെയ്യിപ്പിച്ചാൽ 99% MMA കാരനെ ജയിക്കത്തുള്ളൂ. ഇതൊക്കെ ഓൾറെഡി തെളിയിക്കപ്പെട്ട കാര്യമാണ്. സ്ട്രീറ്റിൽ എന്താണ്? നമുക്ക് ഈ പറഞ്ഞ ടൈറ്റ് ഫിറ്റ് പാൻറ് നമ്മൾ ഉദ്ദേശിക്കുന്ന ചാടിത്തൊഴി പറന്നുവഴിയൊന്നും പറ്റുന്നില്ല. തലങ്കും വിലങ്കുമാണ് അടി വരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ സാധാരണ ബോക്സിങ് ചെയ്യുന്ന പോലെ ഈ ഹെഡ് മൂവ്മെന്റ്സ് ഒന്നും നമ്മൾ ഈ സ്ട്രീറ്റ് ഫൈറ്റിൽ നടക്കത്തില്ല. കാരണം ബോക്സിങ്ങിന്റെ ഹെഡ് മൂവ്മെന്റ്സ് ഒക്കെ നമ്മൾ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ഒരു എതിരാളി മുമ്പിൽ വരുമ്പോൾ അത് ഡിഫെൻഡ് ചെയ്യാനാണ്. പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ സൈഡിൽ നിന്നും ബാക്കിൽ നിന്നും മേളിൽ നിന്നൊക്കെ അടി വരുമ്പം നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഹെഡ് മൂവ്മെന്റ്സ് അല്ല. അപ്പൊ അതിന് പകരം നമ്മൾ ഫുൾ കവർ ചെയ്യണം. മനസ്സിലായല്ലോ. അപ്പൊ ഏറ്റവും പെട്ടെന്ന് പഠിക്കാവുന്ന ഒരു മാർഷൽ ആർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ബോക്സിംഗ് ആണ്. അതിപ്പോ ഏത് ഡ്രസ്സിലും പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡ്രസ്സിൽ മാത്രമല്ല, നമുക്ക് ഈ പറഞ്ഞാൽ ഏതൊരു ടെറൈൻ, ഇപ്പം നനഞ്ഞ റോഡ്, മനസ്സിലായല്ലോ, നനവുള്ള റോഡ് അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റെയർ കേസ്, ലിഫ്റ്റിനകത്ത്, അങ്ങനെ ക്ലോസ്ഡ് സ്പേസസ് എല്ലായിടത്തും നടക്കുന്ന ഒരു സാധനമാണ്. തിയേറ്ററിൽ നമ്മൾ ഇരിക്കുമ്പോൾ മേളിൽ നിന്ന് ഒരുത്തൻ ചവിട്ടി ഞാൻ ഇവിടെ നിന്ന് പറന്ന് കിക്ക് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ അവനെ പിടിച്ച് ചോക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷെ ബോക്സിങ്ങിന്റെ കൈയെത്തും അല്ലെ? അപ്പൊ എന്തുകൊണ്ട് നമ്മൾ തെരുവിൽ ഈ പറഞ്ഞ പോലെ ചാടിത്തൊഴി പറന്നൂരി സിനിമയെ കാണുന്ന പോലെ കാണുന്നില്ല?
അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനിൽ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് അവര് എന്താ പറയുക, ആ ഒരു പർട്ടിക്കുലർ എൻവയൺമെന്റ്, അതായത് ഒരു റിങ്ങിനകത്ത് ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഇതെല്ലാം നടക്കും. ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കും പല കിക്കും ചെയ്യാം. പക്ഷെ നമ്മളൊരു ടൈറ്റ് ഫിറ്റ് പാൻറ് അല്ലെങ്കിൽ ലേഡീസിന്റെ അവരുടെ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കിക്കൊന്നും പറ്റില്ല. ഇതാണ് കിക്കിങ്ങിന്റെ ഒരു പ്രശ്നം. അതേപോലെ തന്നെ ഗുസ്തി സംബന്ധപ്പെട്ട ഒരു കാര്യം, ഒരുത്തരെ ഞാനിപ്പോൾ പിടിച്ച് ചോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ മലത്തി പൊക്കി അടിക്കണമെങ്കിൽ ഭൂമിയിലെ ഏറ്റവും വലിയ ഗുസ്തിക്കാരൻ അല്ലെങ്കിൽ ഏറ്റവും എക്സ്പെർട്ട് എന്ന് പറയുന്നത് ഇപ്പൊ കബീബാണ്. കബീബ് ഒരുത്തരെ ചോക്ക് ചെയ്ത് എടുക്കുകയാണെങ്കിൽ 2-3 സെക്കൻഡ് എടുക്കും അല്ലേ? അപ്പൊ 2-3 സെക്കൻഡ് ഇപ്പൊ ഞാൻ നിന്നെ ചോക്ക് ചെയ്യുന്നു, നിന്റെ കൂടെ 4 പിള്ളേരുണ്ട്, അവര് നോക്കിയിരിക്കാൻ പോകുന്നില്ല. അവിടുന്ന് എല്ലാ അടിവരും കല്ലൊക്കെ എടുത്തായിരിക്കും തലകെട്ടടിക്കുന്നത്. അപ്പൊ ഏറ്റവും മിനിമം ടൈമിൽ ഒരാളെ അടിക്കുക, അവനെ വീഴ്ത്തുക, എസ്കേപ്പ് അടിക്കുക. ഇതിന് ഏറ്റവും കൂടുതൽ തെളിയിക്കപ്പെട്ടത് ഏതാണ്? ബോക്സിങ്. അപ്പൊ എല്ലാവരും ചോദിക്കും എനിക്ക് ബോക്സിങ് താല്പര്യം ആയോണ്ടല്ലേ ഇത്? അല്ല, നമ്മൾ പല വീഡിയോസും കാണുന്നല്ലേ. ഇതൊക്കെ നമ്മൾ റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്നത്, അല്ലാതെ ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങോട്ട് ആശയം വളർത്തിയിട്ട് അങ്ങോട്ട് പറയുന്ന കാര്യമൊന്നുമല്ല. അപ്പൊ എന്തുകൊണ്ട് ബോക്സിങ് നല്ലതെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് റീസൺസ്. എന്ന് പറഞ്ഞാൽ ബാക്കിയൊന്നും പഠിക്കാൻ പാടില്ല, വേസ്റ്റ് ആണോ? അല്ല, ഒബ്വിയസ്ലി വേസ്റ്റ് അല്ല. വെറുതെ വീട്ടിൽ ഇരുന്ന് TV കാണുന്നതിലും നല്ലതാണ് എന്തും പഠിക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് സാഹചര്യത്തിലാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നും കൂടെ ആലോചിച്ചിട്ട് വേണം അൾട്ടിമേറ്റ്ലി നമുക്ക് ഡിസിഷൻ എടുക്കണമെങ്കിൽ. ഇപ്പൊ മിനിമം ടൈമിൽ എനിക്കൊരു സെൽഫ് ഡിഫൻസ് കുറച്ച് കാര്യം പഠിക്കണമെങ്കിൽ ഒബ്വിയസ്ലി ബോക്സിങ് പഠിക്കണം. അതിന്റെ കൂടെ കുറച്ച് ഗുസ്തിയും വേണം. ഇപ്പൊ ഗുസ്തി എന്തിനാ പഠിക്കുന്നത്? നമ്മൾ റോഡിൽ ആരുമായിട്ട് ഗുസ്തി ചെയ്യാൻ പറ്റില്ല, മാറ്റേ ചെയ്യുന്ന പോലെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആരെങ്കിലും നമ്മളെ പിടിക്കുന്നു, നമ്മുടെ എതിരെ ഗുസ്തി ചെയ്യാൻ പറ്റുമ്പോൾ ഇപ്പൊ നമ്മളെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഇടിക്കാനൊന്നും പറ്റില്ല. ആ സമയത്ത് കുറച്ച് ഗുസ്തിയുടെ നോളജും വേണം. ഇത് ഞാൻ പറഞ്ഞാലേ, പണ്ട് ബ്രൂസ്ലിയും പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ബോക്സിങ്ങും കുറച്ച് റെസ്ലിംഗ് അറിയാവുന്ന ഒരാൾ വേറെ ഏത് മാർഷൽ ആർട്ടുകാരുടെ അല്ലെങ്കിൽ 1 ഇയർ ഇത് ഈ 2 മാർഷൽ ആർട്ട് പഠിച്ചിട്ടുള്ള ഒരാൾ വേറെ ഏതൊരു മാർഷൽ ആർട്ട് പഠിച്ച ഒരാളെ ഇടിച്ചു തോപ്പിക്കാം. ഞാൻ കണ്ടുപിടിച്ചല്ല, ബ്രൂസ്ലി പറഞ്ഞതാണ്. അപ്പൊ പുള്ളി അത് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടല്ലോ. പുള്ളി ഇതിനേലും കൂടുതൽ റിസർച്ച് ഒക്കെ ചെയ്തിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇതാണ് ഒരു ഫാക്ട്. പക്ഷെ പല ആൾക്കാർക്കും ഇഷ്ടപ്പെടത്തില്ല, കാരണം അവരുടെ മാർഷൽ ആർട്ട് നമ്മൾ മോശമാണെന്ന് പറയും. അങ്ങനല്ല, നമ്മൾ അവരുടെ മാർഷൽ ആർട്ട് മോശമാണെന്നല്ല പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ നമ്മൾ ഉദ്ദേശിക്കുന്ന സാഹചര്യത്തിൽ ഏതാണ് നടക്കുന്നത് അതാണ് നമ്മൾ പറഞ്ഞത്. അല്ലാതെ ഇത് മോശമാണെന്ന് അത് മോശമാണെന്നൊന്നും അല്ല പറയുന്നത്.